ഈ AI ക്യാമറയുടെ കണ്ണ് വെട്ടിക്കാൻ പല തന്ത്രങ്ങളും പയറ്റുന്നവരെ നമുക്കറിയാമല്ലേ. എന്നാൽ AI ക്യാമറയെ അറിഞ്ഞുകൊണ്ട് സ്ഥിരം പറ്റിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ? നായിന്റെ പട്ടി മോനെ മാഭേളക്ക് ബന്ധത് ബാളായിട്ടാ ബാടാ എല്ലാരും ബാടാ. അതിനായി 51 തവണ മനഃപൂർവ്വം നിയമലംഘനം നടത്തിയ ഒരാളെ കുറിച്ചാണ് ഞങ്ങൾ ഇനി പറയാൻ പോകുന്നത്. അത്രയും പേരോട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കേ പറ്റൂ. ബൈക്കിലെ ഹെൽമെറ്റ് വെക്കാതെയും ട്രിപ്പിൾ അടിച്ചും ഒക്കെ AI ക്യാമറയ്ക്ക് മുന്നിലൂടെ ആള് പോകും. ആളെ കൃത്യമായി പകർത്തുന്ന AI ക്യാമറ പക്ഷെ പറ്റിക്കപ്പെടും. പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ, നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. ഏറ്റവും അവസാനം പിടി വീണിട്ടുണ്ട്. എങ്ങനെയാണ് പിടിച്ചത്? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. AI ക്യാമറയെ കബളിപ്പിച്ച് കളയാം എന്ന് കരുതിക്കൂട്ടി എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മൂവാറ്റുപുഴ സ്വദേശിയാണിത്. കളി ഇവിടെ നടക്കില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ആദ്യം ഇത് ചെയ്യുന്നത് ഈ ബൈക്കിലെ അക്ഷരങ്ങൾ മാറ്റും, പേരിന്റെ അക്ഷരങ്ങൾ മാറ്റി 1-2 തവണ AI ക്യാമറയുടെ മുന്നിലൂടെ ഇയാൾ പോകും. അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അത് സത്യം. ഫോട്ടോ കാണിച്ച് ഇയാൾ ആരാണ് എന്ന് അന്വേഷിക്കുകയും അവർ ഫോട്ടോ തിരിച്ചറിയുകയും നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി നോട്ടീസ് കൊടുത്തു. 60,000 രൂപയുടെ പിഴ. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണാക്കണാണ്ടേ. ഇത് മാത്രമൊന്നുമല്ല ഇയാളുടെ കലാപരിപാടികൾ എന്ന് പറയുന്നത്. ഇയാൾ ബൈക്ക് സ്റ്റണ്ടിങ് നടത്തുന്നു, 3 പേരെ വെച്ച് ബൈക്കിൽ പോകുന്നു. ഇയാൾ ഹെൽമെറ്റ് വെക്കാതെയും പോകും. അതെ, കറക്റ്റ് ആയിട്ട് പറയണേ. കൊലപാതക കേസാക്കിട്ടാ. ഈ ഒരു നാൾ കള്ളൻ പലനാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതെല്ലാം തന്നെ ഈ AI ക്യാമറയുടെ MBD ഒക്കെ കാര്യത്തിൽ അച്ചട്ടാണ്. അപ്പോൾ പറ്റിക്കാൻ നോക്കണ്ട, പിടി വീഴും ഉറപ്പാണ്.